വീവേഴ്സിലെ മെമ്പേഴ്സിന്റെ ലൈവ് നോട്ടിഫിക്കേഷൻ വന്ന ആർമീസിന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയതുപോലെയാണ്. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അതും ജിന്നും ജങ്കും കൂടെ ആണെങ്കിലോ ആർമീസിന് ഡബിൾ ബോണസ് ആയിരിക്കും. മോനെ മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടി. മുമ്പൊരിക്കൽ വി ലൈവ് ഉണ്ടായിരുന്ന സമയത്ത് ജിന്നും ജെക്കയും കൂടെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ലൈവിൽ വന്നു. ജിന്നാണെങ്കിൽ കുക്കിക്ക് നൂഡിൽസ് ഒക്കെ വായിൽ വെച്ച് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന് ചോദിച്ചു. അതും ചുമ്മാ അങ്ങ് പറഞ്ഞാലൊന്നും പോരാ, എത്രത്തോളം ടേസ്റ്റാണ് ഉള്ളതെന്ന് ബോഡി മൂവ്മെൻറ്റ്സ് വെച്ച് കാണിക്കണം. കേൾക്കേണ്ട താമസം കുക്കി ഒരു സ്റ്റെപ്പ് അങ്ങ് ഇട്ട് കൊടുത്ത് മുന്നിലിരിക്കുന്ന ആരാ വിട്ടു കൊടുക്കോ, പിന്നെ രണ്ടും കൂടെ ആയി. ഫുഡ് കണ്ടാലുണ്ടോ രണ്ടിനും കൺട്രോൾ കിട്ടുക. മാക്കെന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെക്ക് പറയാണ്, ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസമല്ല, നമുക്ക് ആർമീസിനൊന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ ഒരു സോങ് പ്ലേ ആക്കാന്ന്. അങ്ങനെ ചുമ്മാ സോങ് പ്ലേ ആക്കല്ല, സോങ്ങിനനുസരിച്ചുള്ള എക്സ്പ്രഷനും കൂടെ ഇട്ടിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ജിന്നാരാ മോൻ, പുള്ളി ആക്ടിങ്ങിൽ PhD അല്ലേ, PhD. നൂഡിൽസും വായിലിട്ട് സോങ്ങിനനുസരിച്ച് ആക്ട് ചെയ്യാണ്, അതും ഒരു സാഡ് സോങ്. ഒരാളവിടെ ചങ്ക് പൊട്ടി പെർഫോം ചെയ്യുമ്പോൾ കുക്കി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുഡ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെ സൈഡിലിരുന്ന ചിപ്സൊക്കെ എത്തി വലിച്ചെടുത്ത് തിന്നോണ്ടിരിക്കുകയാണ്. ഒരിടത്ത് ഫുഡ് അടിയും മറ്റിടത്ത് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു സൈലൻസ്. എന്താന്ന് നോക്കിയാ ലീഡർ നംജൂൺ. എന്താ അവിടെ ഒരു സൗണ്ട് കേട്ടേന്ന്? ഏയ് ഒന്നുമില്ല, ഞങ്ങൾ ലൈവ് ചെയ്തോണ്ടിരിക്കുക. ഇത് കണ്ടപ്പോ എനിക്ക് ആട് 2-ല് ഡ്യൂഡിന്റെ കിച്ചണിന്നൊരു സീനില്ലേ, എനിക്ക് അതാ ഇപ്പൊ ഓർമ്മ വന്നേ. അതോടെ ആ പരിപാടിക്ക് അവിടെ ഷട്ടറിട്ടു. കുക്കി എണീറ്റ് പോയി ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്ത്. ഇനിയിപ്പോ നംജൂണിനെ പേടിച്ചിട്ടായിരിക്കോ? ഹേയ്, ചിലപ്പോ ഇനി അവർക്കൊരു ശല്യം ആവണ്ടെന്ന് കരുതി കാണും. അല്ലെങ്കിൽ പിന്നെ ഇനി അവരെ ആരും ശല്യം ചെയ്യാൻ വരണ്ടെന്ന് വെച്ചായിരിക്കും.